ഹലോ, ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അഗ്ലോണിമ പ്ലാന്റ് എങ്ങനെയാണ് ഞാൻ നടുന്നതെന്നാണ്. ഞാൻ ഈ രീതിയിൽ ഇത്രയും നാൾ അഗ്ലോണിമ നട്ടിട്ട് എനിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ആദ്യമേ നമ്മൾ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചാണകപ്പൊടിയാണ്, പിന്നീട് ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും സെയിം അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് എംസാൻഡ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഡോളോമൈറ്റും എംസാൻഡും വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ചേർത്താൽ മതി. സാധാരണ ഞാൻ മണലായിരുന്നു യൂസ് ചെയ്തിരുന്നത്, പക്ഷേ ഇപ്പം മണൽ കിട്ടാൻ പാടായതുകൊണ്ട് ഞാൻ എംസാൻഡ് കുറച്ച് ചേർത്തത്. ഇതെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. മിക്സിങ് വളരെ കറക്റ്റ് ആയിരിക്കണം, എല്ലാം ഒരുപോലെ മിക്സായി കിട്ടണേ. നമ്മൾ മാസത്തിൽ ഒരിക്കൽ അഗ്ലോണിമ പ്ലാന്റിന് ഫെർട്ടിലൈസേഷൻ ചെയ്താൽ മതിയാവും. ഞാൻ യൂസ് ചെയ്യുന്നത് NPK ഫെർട്ടിലൈസറാണ്. ഇതുവരെ എനിക്കങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നന്നായിട്ട് തന്നെ അഗ്ലോണിമ തഴച്ച് വളരാറുണ്ട് NPK യൂസ് ചെയ്തിട്ട്. അതേപോലെ നമ്മൾ ഈ 2 ദിവസം കൂടിയിരിക്കുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി. ശരിക്കും അഗ്ലോണിമ മോയ്സ്ചർ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സാണ്, പക്ഷെങ്കിൽ നമ്മൾ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഇത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചട്ടിയിലേക്ക് നിറച്ചു കൊടുക്കാം. ആദ്യമേ നമ്മൾ കരിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് കരിയില ഫില്ല് ചെയ്യണം. കരിയില ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ പോട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യരുത്, പകുതി വെച്ചേ ഫില്ല് ചെയ്യാവൂ. കാരണം നമുക്ക് ഇടയ്ക്ക് നമ്മുടെ ചെറിയ ചെറിയ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനുള്ള സ്പേസ് അതിൽ ഉണ്ടാവണം. അങ്ങനെ സെൻറ്ററിൽ നമുക്കൊരു കുഴി ഇട്ട് കൊടുക്കാം. അങ്ങനെ കുഴി ഇട്ട് കൊടുത്തിട്ട് ആ പ്ലാന്റിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് മണ്ണ് നമുക്ക് നീക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം.